അങ്കിൾസ് കിച്ചണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് സോയ ചങ്ക്സ് ആണ്. നല്ല രുചികരമായ രീതിയിൽ ഒരു സോയ ചങ്ക്സ് അതൊന്നുണ്ടാക്കിയെടുക്കുകയാണ്. അതിനുവേണ്ടി 200 ഗ്രാം സോയ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനിടാൻ വേണ്ടി 2 സവാള, ഒരു 300 ഗ്രാം ചെറിയ ഉള്ളി, 3 കഷ്ണം ഇഞ്ചി, ഒരു 2 വലിയ അല്ലി വെളുത്തുള്ളി, അതിൻ്റെ ഇതൾ എടുത്താണ് വെച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കണം, നന്നായി ചതയ്ക്കണം. സവാള ചെറുതായി അരിഞ്ഞെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കണം. നമുക്കിനി സോയ ചങ്ക്സ് പ്രിപ്പയർ ചെയ്യാം. ആദ്യം ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച ശേഷം അതിലേക്ക് സോയ ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ വേവിന് വേണ്ടിയാണ്. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഇറക്കി വെച്ച് തണുത്ത വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. നന്നായിട്ട് മുറുക്കി പിഴിയുമ്പോൾ അതിൻ്റെ എല്ലാ ഈർപ്പവും മാറി കിട്ടും. അതിന് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ഈ സോയ ചങ്ക്സ് ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ആവശ്യമുള്ള എണ്ണ ഒഴിക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് ഗോൾഡ് വിന്നർ ഓയിലാണ്. അത് നന്നായിട്ട് തിളച്ച ശേഷം സോയ ചങ്ക്സ് മൂപ്പിച്ചെടുക്കാം. അത് നല്ല ബ്രൗൺ കളറാകണം, ഒന്ന് കടുത്ത ബ്രൗൺ കളർ. ഇത് നന്നായിട്ട് മൂത്ത ശേഷം വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കുക. ഇനി നമുക്കത് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ഒരു ചട്ടി ചൂടാക്കിയ ശേഷം അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ, കടുക് താളിക്കുന്നതിനും പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റുന്നതിനും വേണ്ടിയാണ് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചത്. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില മൂത്ത ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതിട്ട് കൊടുക്കാം. അത് വഴറ്റി കൊടുക്കുക. അതൊന്ന് വാടിയ ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. അതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും ഇട്ട് കൊടുക്കുക. വഴറ്റി കൊടുക്കുക. ഇതിന് നന്നായിട്ട് വഴണ്ട് ഒരു ബ്രൗൺ കളറിലേക്ക് വരുന്നത് വരെ ഇളകിക്കൊണ്ടിരിക്കുക. കൂടെ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുക. അതിൻ്റെ കൂടെ മല്ലിയില നുറുക്കിയത് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കുക. ഇത് നമുക്കിനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കുമ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴണ്ടി കിട്ടും. ഇനി അടപ്പ് നീക്കിയിട്ട് നോക്കാം. എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ടി കഴിഞ്ഞു. ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി വഴറ്റി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കുക. കട്ടയായി വരുമ്പോൾ 1 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1.5 ടീസ്പൂൺ കറി മസാല ഇടുക. നന്നായി മിക്സ് ചെയ്യുക. അല്പം വെള്ളം കൂടി ഒഴിക്കുക. സോയ ചങ്ക്സ് വേഗം കട്ടി പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ മസാലക്കൂട്ടിന് അല്പം ലൂസാക്കുന്നത്. നമ്മുടെ മസാലക്കൂട്ട് തയ്യാറായി. ഇനി നമുക്കതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. മസാല നല്ലതായിട്ട് സോയ ചങ്ക്സിനെ പിടിക്കത്തക്ക വിധം നന്നായി മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ സോയ ചങ്ക്സ് നല്ല രുചികരമാണ്. കാരണം ഇത് വറുത്ത് മൂപ്പിച്ചെടുത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഇതിനകത്തുണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ വെച്ച് നോക്കുക. നന്നായി മിക്സ് ആയ ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.